നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയായ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുഭാഗം വ്യാഴാഴ്ച തുറന്നു കൊടുക്കുമെന്ന് മേയർ MK വർഗീസ്. ആശാ വർക്കർമാർക്ക് പ്രതിമാസ വേതനം ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോരാടുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം ഫെബ്രുവരി 21-ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. വാഴാനി ഡാം മ്യൂസിക്കൽ ഫൗണ്ടൻ ടൂറിസത്തിന് പുതിയ അനുഭവം നൽകുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ മ്യൂസിക്കൽ ഫൗണ്ടന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ടൂറിസം മേഖലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെത്തിയ ആഭ്യന്തര സഞ്ചാരികൾ ഉൾപ്പെടെ കണക്കുകൾ നോക്കുമ്പോൾ പുതിയ റെക്കോർഡുകളാണ് കേരള ടൂറിസത്തിനുള്ളത്. വടക്കാഞ്ചേരി ടൂറിസം കോറിഡോറുമായി ബന്ധപ്പെട്ട് 15 കോടി രൂപയുടെ പദ്ധതികളുണ്ട്. ടൂറിസത്തെ ശക്തിപ്പെടുത്താൻ മികച്ച നിലവാരമുള്ള റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നു. മ്യൂസിക്കൽ ഫൗണ്ടൻ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായി, AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. KIDS ഡെപ്യൂട്ടി ജനറൽ മാനേജർ CA ജമാലുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സബ് കളക്ടർ അഖിൽ V മേനോൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, മേരി തോമസ്, RC പ്രേംഭാസ്, C വിജയരാജ്, R ആനന്ദ്, CV ബൈജു, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വടക്കഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ടൂറിസം സർക്യൂട്ടുമായി കൂട്ടിയിണക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വടക്കഞ്ചേരി നിയോജക മേഖലയിലാകെ വികസനത്തിന്റെ ഒരു കുതിപ്പാണ് ഈ 2-3 വർഷം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഡാമുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയിലെ ഇടപെടലിന് ശ്രീ AC മൊയ്തീൻ MLA ആകുമ്പോൾ അന്ന് ടൂറിസം മന്ത്രിയായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ VS മുഖ്യമന്ത്രിയായ ഗവൺമെന്റിന്റെ കാലത്ത് ചില ഇടപെടലുകൾ നടത്തി എന്നുള്ളത് നമുക്കറിയാം. കോവിഡിന് ശേഷം ടൂറിസം മേഖല കേരളത്തിൽ വലിയ നിലയിലേക്ക് ഉണർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡിന് മുൻപുള്ള കാലത്തേക്കാൾ 21% ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് വർദ്ധിച്ചിട്ടുള്ളത്. 2024 കണക്കനുസരിച്ച് 2,22,46,989 ആഭ്യന്തര സഞ്ചാരികൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെത്തി. കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുഭാഗം വ്യാഴാഴ്ച തുറന്നുകൊടുക്കും. 1987 ആരംഭിച്ച ശക്തൻ ബസ് സ്റ്റാൻഡ് വടക്കേ ബസ് സ്റ്റാൻഡ് പോലെ ആധുനിക രീതിയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ശക്തൻ നഗർ വികസനവുമായി ബന്ധപ്പെട്ട് 2002 മുതൽ എനാർക്ക് കൺസ്ട്രക്ഷനും കോർപ്പറേഷനും തമ്മിൽ തർക്കമായിരുന്നു. കൌൺസിൽ കാര്യഗൌരവത്തോടെ ഏറ്റെടുത്ത് നിയമപരമായി പരിഹരിച്ച് ശക്തൻ നഗർ വികസനത്തിന് വേണ്ട പുതിയ മാസ്റ്റർ പ്ലാനും ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡും രൂപകൽപ്പന ചെയ്തുവരുന്നു. ഇതുവരെ പ്രവർത്തിച്ച ശക്തൻ സ്റ്റാൻഡിന്റെ കേടുവന്ന തെക്കേ ഭാഗം 2.5 കോടി രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റിംഗ് ചെയ്ത് 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 1ാം ഘട്ട വൈദ്യുതീകരണം പൂർത്തീകരിച്ചു. 30 ലക്ഷം രൂപയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. കുറ്റുമുക്ക് നെട്ടിശ്ശേരി റോഡ് 2 കോടി രൂപ ചെലവിൽ BMBC ചെയ്യുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച BMBC റോഡിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്കും കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ശക്തൻ ബസ് സ്റ്റാൻഡിന്റെ തെക്കുഭാഗം വൈകിട്ട് 6:30-നും മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. തൃശൂർ MLA P ബാലചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS എന്നിവർ ആശംസകൾ അർപ്പിക്കും. പണ്ട് നമുക്കറിയാലോ, ഇവിടുന്ന് പണ്ട് കാലത്ത് ഈ വാഹനങ്ങളും ട്രെയിനൊന്നും ഇല്ലാത്ത കാലത്ത് അവിടെയാണല്ലോ ചരക്കൊക്കെ ഇറക്കിയിരുന്നത്. പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കണ്ടേ?
പുതിയ തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു റോൾ മോഡലിങ്ങിൽ നമ്മൾ കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റെ പുതിയ ഈ പറയുന്ന നയത്തോട് യോജിച്ചുകൊണ്ട് ഇത് വരുന്നുണ്ട്. കാരണം വഞ്ചിക്കുളത്തു നിന്ന് തുടങ്ങി കോഴിക്കോട് അവിടേക്ക് പോകാവുന്നൊരവസ്ഥ. അപ്പോൾ അതിനകത്ത് വലിയ മാറ്റം തോടുകളിലുണ്ടാക്കി അവർ പോകാമെന്നുള്ളതാണ് ഇപ്പോഴും തീരുമാനം. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാം, എറണാകുളം പോകാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ ബഡ്ജറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷെ നമ്മൾ തുടക്കം കുറിച്ചില്ലെങ്കിൽ അത് ഇരുട്ട് പിടിച്ചവിടെ കിടക്കും. ഇപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചു, ഇതുവരെ അത് മൂടിക്കെടുക്കുകയായിരുന്നു. മാറ്റങ്ങൾ വന്നു, അങ്ങനെ പതുക്കെ പതുക്കെ പോട്ടെ വണ്ടി. ആശാ വർക്കർമാർക്ക് പ്രതിമാസ വേതനം ലഭിക്കുന്നതിനായി ഏതറ്റം വരെയും പോരാടുമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് 3 മാസമായി ശമ്പളം നിഷേധിക്കുന്ന സർക്കാർ നടപടി തിരുത്തുന്നതുവരെ INTUC പോരാട്ട രംഗത്തുണ്ടാകുമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. ആശാ വർക്കർമാരെ കൊണ്ട് അടിമവേല ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് തീരുമാനങ്ങൾ. 7,000 രൂപയിൽ നിന്ന് മിനിമം 21,000 രൂപയായി പ്രതിമാസ ശമ്പളം വർദ്ധിപ്പിക്കണം. 62 വയസ്സിൽ പെൻഷനാകുമ്പോൾ 5 ലക്ഷം രൂപയെങ്കിലും ആനുകൂല്യം നൽകണം. നിരന്തരമായുള്ള അവഗണന അവസാനിപ്പിക്കണം. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുൻപിൽ അടുപ്പുകൂടി സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു INTUC ജില്ലാ പ്രസിഡന്റ് കൂടിയായ സുന്ദരൻ കുന്നത്തുള്ളി. ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ട്രഷറർ വിജിനി ഗോപി, ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, ഫാത്തിമ വലപ്പാട്, ജയശ്രീ കൊച്ചുഗോവിന്ദൻ, ജ്ഞാനേശ്വരി ദിലീഷ്, വിജി ഏലിയാസ്, ശൈലജ മുകുന്ദൻ, ഗീത രതീഷ് എന്നിവർ സംസാരിച്ചു. നവംബർ മാസം മുതൽ മുടങ്ങിക്കിടക്കുന്ന ആശാ വർക്കർമാർക്കുള്ള ശമ്പളം അനുവദിക്കുക, ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ സർവീസ് റൂൾ ആശമാർക്ക് ബാധകമാക്കുക, 11ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ വേതനവും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക, ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, 5 വർഷം ജോലി ചെയ്തിട്ടുള്ള ആശമാരെ സ്ഥിരപ്പെടുത്തുക, ഓണറേറിയം കുടിശ്ശിക നൽകുക, റിട്ടയർമെന്റ് പ്രായപരിധി അനുവദിക്കുക, റിട്ടയർ ചെയ്യുന്ന ആശമാർക്ക് 5 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ. 2016-17 കോർപ്പറേഷൻ നടത്തിയ കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേടിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം വിധിച്ച ഓംബുഡ്സ്മാൻ ഉത്തരവിൽ കോർപ്പറേഷൻ സ്വീകരിച്ച തുടർ നടപടി വിവാദത്തിൽ. വിധിയെ അനുകൂലിച്ചിരുന്ന കോർപ്പറേഷൻ ഇപ്പോൾ മലക്കം മറിഞ്ഞതായി കുടിവെള്ള വിതരണത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് പറവട്ടാനി സ്വദേശി കരിയാട്ടി വില്ല KD മാത്യു പറയുന്നു. മാത്യു ഓംബുഡ്സ്മാനിൽ നൽകിയ പരാതിയിൽ അക്കാലത്തെ മേയർ അജിത ജയരാജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, സെക്രട്ടറിയായിരുന്ന KM ബഷീർ എന്നിവരിൽ നിന്നും 35 ലക്ഷം രൂപ വീതം ഈടാക്കാൻ ഓംബുഡ്സ്മാൻ ജഡ്ജി PS ഗോപിനാഥൻ വിധിച്ചു. പരാതിക്കാരന്റെ ഉദ്ദേശശുദ്ധിയെ പരിഗണിച്ച് 25,000 രൂപ KD മാത്യുവിന് പാരിതോഷികമായി നൽകണമെന്ന് വിധിയുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പേരും ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇതിനെ എതിർത്ത് ഇവരുടെ പരാതി തള്ളിക്കളയണമെന്നും ഓംബുഡ്സ്മാൻ വിധി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറി കോടതിയെ സമീപിച്ചു. എന്നാൽ അടുത്തിടെ കോർപ്പറേഷൻ നൽകിയ പുതിയ പരാതിയിൽ പരാതിക്കാരന് പാരിതോഷികം നൽകാൻ നിയമം അനുശാസിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഓംബുഡ്സ്മാന്റെ വിധി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് കോർപ്പറേഷന്റെ കള്ളക്കളി. പാരിതോഷികം നൽകാൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ ആ ഭാഗം മാത്രം വിധിയിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് പകരം ഓംബുഡ്സ്മാൻ ഉത്തരവ് അപ്പാടെ റദ്ദാക്കണം എന്ന നിലപാട് മുൻ നിലപാടിൽ നിന്നുള്ള കാലുമാറ്റമാണ്. ഇത് കേസ് ദുർബലപ്പെടാനും കോർപ്പറേഷന് നഷ്ടം വരാനും അവസരമുണ്ടാകുമെന്നാണ് KD മാത്യു ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് വേറെ 4ഓളം കേസുകൾ നിലവിലുള്ള വിവരം സെക്രട്ടറി കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കാണിച്ചിട്ടില്ല. മാത്രമല്ല, ഓംബുഡ്സ്മാൻ വിധി കോടതി സ്റ്റേ ചെയ്ത വിവരവും ഈ അപേക്ഷയിൽ പറയാതെ പുതിയ ഒരു സ്റ്റേ ഉത്തരവിനാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ശ്രമമെന്ന് സംശയിക്കുന്നതായും മാത്യു പറയുന്നു. 2016-2017 തൃശ്ശൂർ കോർപ്പറേഷനിൽ ലോറിയിൽ കുടിവെള്ളം വിതരണം നടത്തിയതിന് എതിരെ ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ അന്നത്തെ മേയറായ അജിത ജയരാജൻ, ML റോസി, ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ, അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, പിന്നെ അന്നത്തെ സെക്രട്ടറി ബഷീർ, ഇവരിൽ നിന്ന് 35 ലക്ഷം രൂപ ഈടാക്കുന്നതിനും മേയറുടെയും ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറെയും അയോഗ്യത കൽപ്പിക്കുന്നതിനും ഇലക്ഷൻ കമ്മീഷന് ഉത്തരവ് നൽകിയിരുന്നു. ഈ ഉത്തരവിനെതിരെ ഓംബുഡ്സ്മാൻ്റെ ഉത്തരവിൽ എതിർകക്ഷികളായ 3 പേരും കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിൽ തൃശ്ശൂർ കോർപ്പറേഷൻ 1ാം കക്ഷിയും ഞാൻ 2ാം കക്ഷിയായിരുന്നു. ഞാനല്ല, സെക്രട്ടറി 2ാം കക്ഷി.
ഈ 3 കേസിലും ഞാൻ ഇംപ്ലീഡ് ചെയ്തു. കാരണം ആ ഓംബുഡ്സ്മാൻ ഉത്തരവിലെ പരാതിക്കാരൻ ഞാനായിരുന്നു. അപ്പോൾ എൻ്റെ വാദം കൂടി കേൾക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ ഇംപ്ലീഡ് ചെയ്തത്. അതിൽ തൃശ്ശൂർ കോർപ്പറേഷൻ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തത് ഈ 3 പേരുടെയും ഹർജി തള്ളിക്കളയണമെന്നാണ്, ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് നിലനിർത്തണമെന്നാണ്. അതാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അതിന് കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. അതിന് വിരുദ്ധമായിട്ട്, അതായത് ആ ഓംബുഡ്സ്മാൻ്റെ ഉത്തരവിനെ മറിക്കാനുള്ള ഉദ്ദേശം എന്നുള്ള ആണ് തോന്നുന്നത്. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഫെബ്രുവരി 21-ന് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. 3,90,00,000 രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടം 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 15 ക്ലാസ് റൂമുകളും 9 ടോയ്ലറ്റുകളും 8 യൂറിനൽസും ഉൾപ്പെടുന്നതാണ്. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരം സമർപ്പിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, PTA പ്രസിഡന്റ് ബിജു വർഗീസ്, പ്രിൻസിപ്പൽ CK സുനന്ദ, HM VK ശൈല എന്നിവർ പങ്കെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ 3,90,00,000 രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ചതാണ് പുതിയ കെട്ടിടം. ഇതിൽ 15 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, 9 ടോയ്ലറ്റുകൾ, 8 യൂറിനൽസ് ഉൾക്കൊള്ളുന്നുണ്ട്. ഇതുകൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഗ്രൗണ്ട് ഫ്ലോർ ടോയ്ലറ്റ്, ബാല്യന് ആവശ്യമെങ്കിൽ ഉപയോഗപ്പെടുത്താനുള്ള ലിഫ്റ്റ് സജ്ജീകരണ സാധ്യത, മഴവെള്ള സംഭരണി, സ്കൂൾ ആവശ്യത്തിലുള്ള വെള്ളം സംഭരണി ഉൾക്കൊള്ളുന്ന 2 സമ്പ് തുടങ്ങിയ ഫയർ സംവിധാനം, ഇതെല്ലാം ഉൾപ്പെടുന്ന 4,000 ലിറ്റർ ശുദ്ധജല സംഭരണി എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഫെബ്രുവരി 21-ാം തീയതി ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച 12:30 നിർവഹിക്കപ്പെടുന്ന ഈ കർമ്മത്തിന് ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ സംഗമ ഭൂമിയായി മച്ചാട് മാമാങ്കം മാറി. ദേശത്തെ ആബാലവൃദ്ധം ഭക്തജനങ്ങളും മുൻകൈയെടുത്ത് സഹകരിച്ച് ഓരോ തട്ടകവും കുതിരകളെ നിർമ്മിച്ചു. മരത്തിന്റെ ഫ്രെയിമിൽ പച്ചമുള കീറി അലകുകൾ ഉണ്ടാക്കി കുതിരയുടെ രൂപത്തിൽ വെച്ചുകെട്ടി അതിനു മുകളിൽ വൈക്കോലും തുണിയും ചുറ്റി കുതിരകളെ നിർമ്മിച്ചു. കുതിരകൾക്ക് തല വയ്ക്കുന്നത് എഴുന്നള്ളിപ്പിന് മുൻപ് ദേശത്തെ തച്ചൻ പൂജിച്ചതിനു ശേഷമാണ്. 11 കുതിരകൾ ഇത്തവണ പങ്കെടുത്തു. വിവിധ തട്ടകങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പ് ഭംഗിയായി സമാപിച്ചു.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണാർത്ഥം മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി റോഡ് മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ ലീല വർഗീസ് അധ്യക്ഷത വഹിച്ചു. ചാണ്ടി ഉമ്മൻ MLA, മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, കൌൺസിലർമാരായ സുനിൽ രാജ്, ആൻസി ജേക്കബ്, അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി മാത്യു, VK ചന്ദ്രൻ, അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, രാജൻ ജോസ് മണ്ണുത്തി, നിതിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണാർത്ഥം മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി റോഡ് മേയർ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 52ാം വാർഷികാഘോഷങ്ങൾ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആനി കുര്യാക്കോസ് അധ്യക്ഷയായി. ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ സിസ്റ്റർ ആൻസി ആന്റോ വാർഷിക സന്ദേശം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ നിധിൻ പൊന്നാരി, OSA പ്രസിഡന്റ് MU മുത്തു, ഡോക്ടർ സുബിൻ മേനോൻ, PTA പ്രസിഡന്റ് മജു ജോർജ്, OSA സെക്രട്ടറി ആന്റോവി മാത്യു എന്നിവർ സംസാരിച്ചു. സമ്മാനദാനവും ഉണ്ടായിരുന്നു. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസിറ്റ സ്വാഗതവും KG പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ആന്റണി നന്ദിയും അറിയിച്ചു.
വലിയ ആഘോഷത്തോടു കൂടിയാണ് മണ്ണുത്തി ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം ഇന്ന് എത്തി നിൽക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നതിനുള്ളൊരവസരമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ സുഹൃത്ത് മുത്തു ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്. മുത്തു ഇവിടെ പഠിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളൊക്കെയുള്ള കാലഘട്ടത്തിൽ ഈ വിദ്യാലയം വരുന്നതിന് മുമ്പ് ഈ കോൺഗ്രിഗേഷൻ ഹോളി ഫാമിലിയുടെ കോൺഗ്രിഗേഷൻ സ്ഥാപിതമായ ഒരു കാലഘട്ടം മുതൽ ഞങ്ങൾക്കറിയാം. പല ദുരിതങ്ങളും പല പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ കടന്നുപോയത്. അങ്ങനെയാണ് ഒരു പള്ളിയുള്ളിടത്ത് ഒരു പള്ളിക്കൂടം വേണം എന്നുള്ളൊരാശയം ഉയർന്നു വന്നതിൻ്റെ ഭാഗമായാണ് ഹോളി ഫാമിലി വിദ്യാലയം അന്ന് ഇവിടെ സ്ഥാപിതമായത്. പല ബുദ്ധിമുട്ടുകളും തരണങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ വിദ്യാലയം അന്ന് നിലനിന്ന് മുന്നോട്ട് പോയത്. 7ാം സ്റ്റാൻഡേർഡ് വരെ ഇത് ഉണ്ടായിരുന്ന ഈ വിദ്യാലയം ഇടയ്ക്ക് വെച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്നും മാറ്റി പ്രൈവറ്റ് ചെയ്ത വിദ്യാലയങ്ങളിൽ നിന്നും എടുത്തു മാറ്റി നിന്ന ഒരു കാലഘട്ടം. അന്നത്തെ മാറി വരുന്ന പ്രിൻസിപ്പൽമാരൊക്കെ നിരന്തരം ഞങ്ങളോട് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത ഈ വിഷയം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോലും അന്നത്തെ പ്രിൻസിപ്പൽ അയാൾക്കും പോയിട്ടുള്ളതാണ്. പല നാളിതുവരെ ഇത് ഇവിടേക്ക് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിൽ ആർക്കും തന്നെ ഇതുവരെ അത് ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി പല തരത്തിലും ഞങ്ങളും തിരുവനന്തപുരത്ത് പോയാൽ ആദ്യം പറയുന്ന വാക്കും ഇതാണ്: പ്രൈവറ്റ് മേഖലയിലുള്ള ഇതുപോലെയുള്ള LP വിദ്യാലയങ്ങൾക്ക് UP അപ്ലിക്കേഷൻ നടത്തണം. കഥാപ്രദനം Thrissur East Sub-District Sports, Andrews Joseph Fustin Kiddies Girls 100-meter race. Mini Girls Relay, 3rd prize, Anamika Kenya. Sri Parvana K.A. MP Shreya. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ സാംസ്കാരിക പദ്ധതിയുടെ ഭാഗമായി അവൾക്കായി എന്ന വനിതാ ഷോർട്ട് ഫിലിം പ്രദർശനവും സംവാദവും സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. സത്യജിത് ഫിലിം സൊസൈറ്റി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് വിമൻ എംപവർമെന്റ് അവാർഡ് ലഭിച്ച മൈന, സ്ത്രീയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രമേയമാക്കിയ ഗീഷ് എന്നീ ഫിലിമുകൾ പ്രദർശിപ്പിച്ചു. സാവിത്രി സദാനന്ദൻ, ശാലിനി പടിയത്ത്, VR റീജ, ജെൻഡർ RP മേരി സണ്ണി എന്നിവർ മോഡറേറ്ററായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. ഫ്രാൻസീന ഷാജു, PS ബാബു, PR സുരേഷ് ബാബു എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സംസാരിച്ചു. സിനി പ്രദീപ് സ്വാഗതവും MK ബിജു നന്ദിയും അറിയിച്ചു. ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ അത്ര ചെറിയ പ്രവർത്തനമൊന്നുമല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട് ശീലിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. നമുക്കൊരു പൊതുഘടനകൾ പറഞ്ഞ പോലെ സിനിമയിൽ നമ്മൾ നല്ല കഥയുണ്ടായാൽ മതി എന്ന് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നല്ല കഥയുണ്ടായാൽ നല്ല സിനിമ ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിനിപ്പോൾ നമ്മൾ കഥ വായിച്ചാൽ പോരെ, നോവൽ വായിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ കാര്യമില്ല. അത് നമ്മുടെ ശീലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ശീലങ്ങളെ മാറ്റുവാൻ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്നും അധികം ആളുകൾ കാണണമെന്നില്ല. ഞാൻ വന്ന വഴിക്ക് എന്നോട് ചോദിച്ചാൽ എന്താണ് അടുത്ത സിനിമ, ഇപ്പം ഞാൻ കഴിഞ്ഞ സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്കും 99% ആളുകൾക്ക് അറിയില്ല എന്തായിരിക്കും എൻ്റെ കഴിഞ്ഞ സിനിമ എന്നുള്ളത്. അതിൻ്റെ പേര് പോലും ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അത് അത്ഭുതകരമാവുന്നതാണ്. ഒരാളാണ് ശാലിനിയാണ് പറഞ്ഞത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണ്ണുത്തി ഏരിയ 25ാം സമ്മേളനം ഒല്ലൂക്കര സൊസൈറ്റി ഹാളിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു.
ഏരിയ പ്രസിഡന്റ് CB രജു അധ്യക്ഷത വഹിച്ചു. ലിജി നിധിൻ സംഘടനാ റിപ്പോർട്ടും പങ്കജം ബാലൻ പ്രവർത്തന റിപ്പോർട്ടും PG ബിനോഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി CB രജു പ്രസിഡന്റ്, പങ്കജം ബാലൻ സെക്രട്ടറി, ബിനോഷ് PG ട്രഷറർ, 21 അംഗ കമ്മിറ്റി എന്നിവരെ തിരഞ്ഞെടുത്തു. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. സ്വർണവില വീണ്ടും മുന്നോട്ട്. ഇന്നലെ 400 രൂപ വർദ്ധിച്ച് ഇന്ന് സ്വർണവില 240 രൂപ കൂടി ഉയർന്നു. 63,760 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 30 രൂപ വർദ്ധിച്ചു. 7,970 രൂപയാണ് ഇന്ന്. വീണ്ടും റെക്കോർഡ് ഉയരത്തിലേക്ക് മുന്നേറുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 800 രൂപ കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും തിരിച്ചുകയറി. കഴിഞ്ഞ മാസം 22-ന് പവൻ വില ചരിത്രത്തിലാദ്യമായി 60,000 കടന്നു. ദിവസങ്ങൾ കൊണ്ട് തന്നെ 64,000 കടന്ന് കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത്. മണ്ണുത്തി ഫാം പടിയിൽ തൃശൂർ ദിശയിലേക്ക് പോകുന്ന സർവീസ് റോഡിലെ സ്ലാബിൽ നിർത്തിയിട്ട ലോറി സ്ലാബ് തകർന്ന് ലോറി ചരിഞ്ഞു. നിറയെ തണ്ണിമത്തനുമായി വന്ന ലോറിയിൽ നിന്നും ചരക്ക് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. ഡ്രൈനേജിന് മുകളിൽ ഇട്ടിരിക്കുന്ന സ്ലാബിന്റെ ബലക്കുറവാണ് അപകട കാരണം. പൂരം പൊടിപൂരം കെങ്കേമമാക്കാൻ മച്ചാട് മാമാങ്കം തട്ടകദേശക്കാർ. പുന്നംപറമ്പ് സെന്ററിലെ റോഡ് പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു. MLA കൂടി പങ്കെടുത്ത യോഗ തീരുമാനപ്രകാരം റോഡ് പണി എത്രയും വേഗം പൂർത്തിയാക്കും. കരുമത്ര പൊങ്ങണംകാട് റോഡിലെ ഏറ്റവും വലിയ കീറാമുട്ടിയായി നിന്നിരുന്ന കനാൽ പാലം പണികളും അതിവേഗം പുരോഗമിക്കുന്നു. പരിസരത്തെ മാലിന്യങ്ങൾ നീക്കി മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് സുഗമമായി സഞ്ചരിക്കാൻ വേണ്ട പണികൾ നടന്നുവരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയായ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്കുഭാഗം വ്യാഴാഴ്ച തുറന്നു കൊടുക്കുമെന്ന് മേയർ MK വർഗീസ്. ആശാ വർക്കർമാർക്ക് പ്രതിമാസ വേതനം ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോരാടുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ കെട്ടിടം ഫെബ്രുവരി 21-ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർമാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.